ശാസ്ത്രത്തിന്റെ ഗുണങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാക്കാനുള്ള ചർച്ചകളാണ് ഉണ്ടാകേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവിഡ് മഹാമാരിയെ അടക്കം നിയന്ത്രിക്കാനായത് ശാസ്ത്രത്തിന്റെ സഹായത്തോടുകൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ സംഘടിപ്പിച്ച ഗവേഷണ വികസന ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പോളിയോ വാക്സിൻ, ORS, മഹാമാരികൾക്കുള്ള വാക്സിൻ, മംഗൾയാൻ, അങ്ങനെ നിരവധി ഗവേഷണ കണ്ടെത്തലുകൾ ജനജീവിതത്തിന് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അവയിൽ ചിലതിനൊക്കെ നമ്മുടെ രാജ്യവും കേരളവും കാര്യമായ 2023 കേരള ശാസ്ത്ര പുരസ്കാരം ISRO മുൻ ചെയർമാൻ ഡോക്ടർ S. സോമനാഥിന് മുഖ്യമന്ത്രി സമ്മാനിച്ചു. ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ അഭിമാനമാണ് ഡോക്ടർ S. സോമനാഥനെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. അഭിമാനകരമായ പല നേട്ടങ്ങൾക്കും നേതൃത്വം നൽകിയ വ്യക്തിത്വമാണ് S. സോമനാഥെന്നും അദ്ദേഹത്തിന്റെ സേവനങ്ങൾക്ക് രാജ്യം കടപ്പെട്ടിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. The former chairman of Indian Space Research Organization and Shastra Puraskaram awardee for the special address. ഇന്ത്യയുടെ അഭിമാനമാണ് ശ്രീ സോമനാഥ്. അദ്ദേഹത്തെ ഈ ഘട്ടത്തിൽ ഹൃദയപൂർവ്വം അഭിനന്ദിക്കട്ടെ. ഇസ്രോയിൽ ജോലി ചെയ്തിരുന്ന ഘട്ടത്തിലാകെ അഭിമാനകരമായ പല നേട്ടങ്ങൾക്കും ചുക്കാൻ പിടിച്ച വ്യക്തിയാണ് അദ്ദേഹം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ചന്ദ്രയാൻ 3 സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയതുൾപ്പെടെയുള്ള സുപ്രധാന ദൗത്യങ്ങൾക്ക് ബഹിരാകാശ മേഖലയിൽ മികച്ച സംഭാവനകളാണ് കേരളം നൽകുന്നതെന്നും ശാസ്ത്ര പുരസ്കാരം യുവാക്കൾക്ക് പ്രചോദനമാകണമെന്നും ഡോക്ടർ S. സോമനാഥ് പറഞ്ഞു. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാർക്കും സാങ്കേതിക പ്രവർത്തകർക്കും ഒരു പ്രചോദനമാകട്ടെ. ഇന്നിവിടെ വന്നിരിക്കുന്ന 12ഓളം എക്സിബിഷനുകളും 70ഓളം R&D ഔട്ട്പുട്ടുകളും ഇന്നിവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അവരിൽ പലരും ഈ മേഖലയിൽ ഉയർന്ന പേരുകൾ നേടുമെന്നും ഇതുപോലെ അവാർഡുകൾ സ്വന്തമാക്കാൻ കഴിയുന്നവരാണ് ഇവിടെ ഉള്ളതെന്നും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരം അവാർഡുകൾ എനിക്ക് മാത്രമല്ല, ഇനിയും തുടർച്ചയായിട്ട് ഇതിൽ പ്രവർത്തിച്ചു വരുന്ന ചെറുപ്പക്കാരായ സാങ്കേതിക പ്രവർത്തകർക്ക്, സ്പേസ് ടെക്നോളജിസ്റ്റുകൾക്ക് കൂടുതൽ ഒരു പ്രചോദനമാകട്ടെ, ആയിത്തീരും എന്നാണ് എൻ്റെ പ്രതീക്ഷ.